മുതൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് വരെയുള്ള സമയം അല്ലെ? അത്രയും സമയം അതിന്റെ ഇടക്ക് മൊബൈൽ നോക്കുന്നു, ഇടക്ക് മാറ്റി വെക്കുന്നു. നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നു, അല്ലെ? ഇങ്ങനെ എത്ര സമയം നിങ്ങൾ ഒരു ദിവസം ടോട്ടലി മൊത്തത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട് എന്ന് നിങ്ങൾ നോക്കാറുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ, എത്ര മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്? എല്ലാവരും കമന്റ് ചെയ്യൂ, താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾ എത്ര സമയം ഒരു ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്? നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അവെയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര സമയം നിങ്ങൾ ഒരു ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്? ന്യൂ മെസ്സേജസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 5 hours. ഓക്കെ അമ്പിളി. ബാക്കിയുള്ളവർ കമന്റ് ചെയ്യോ, നിങ്ങൾ ഒരു ദിവസം എത്ര സമയം? നമ്മള് മൊത്തം എല്ലാവർക്കും സമയം എത്രയുള്ളത്? 24 മണിക്കൂർ. അതില് നമ്മള് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങില്ലേ? അപ്പൊ 6-8 മണിക്കൂർ കഴിഞ്ഞു. ബാക്കിയുള്ള സമയം 12 മണിക്കൂർ. ഓക്കെ. പിന്നെ ഇതില്ലേ നിങ്ങൾക്ക് എന്നും ചെക്ക് ചെയ്യാൻ പറ്റും, എത്ര നിങ്ങൾ ഒരു ദിവസം എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, ഏതൊക്കെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചു, നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചോ, ഫേസ്ബുക്ക് ഉപയോഗിച്ചോ, യൂട്യൂബ് ഉപയോഗിച്ചോ, എന്ത് ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ സെറ്റിങ്സിലെ പാരന്റൽ കൺട്രോൾ ആൻഡ് ഡിജിറ്റൽ വെൽബീയിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സെറ്റിങ്സിലെ പാരന്റൽ കൺട്രോൾ, ഡിജിറ്റൽ വെൽബീയിങ്. അപ്പൊ നിങ്ങൾ എന്നും ഈ സംഭവം ചെക്ക് ചെയ്യണം. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് ഈ സംഭവങ്ങൾ ചെക്ക് ചെയ്യണം. എൻ്റെ ജോലിയുടെ ഭാഗമായി മൊബൈൽ പകൽ മുഴുവൻ ഉപയോഗിക്കും. ഓക്കെ, ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല, അത് ലാപ്ടോപ്പ്, മൊബൈൽ ഉപയോഗിക്കും. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത്, ബാക്കിയുള്ള നിങ്ങളുടെ എന്റർടൈൻമെന്റ്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങൾ, ജോലിയുടേത് തൽക്കാലം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ജോബിന്റെ പർപ്പസിന്റെ ഇടക്കും നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, എന്തിനാന്ന് പോലും അറിയാതെ വെറുതെ സ്ക്രോള് ചെയ്ത് നമ്മൾ സമയം കളയില്ലേ, ആ സമയമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ജോബിന്റെ പാർട്ടായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നത് അവിടെ മാറ്റി വെക്കുക. നിങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് എത്ര സമയം ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ എന്തായിരുന്നാലും ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവെയർ ആവണം. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സെറ്റിങ്സിലെ ഡിജിറ്റൽ വെൽബീയിങ് പാരന്റൽ കൺട്രോൾ ഓപ്ഷനിൽ കയറിയാണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഇന്ന് ഞാൻ മൊബൈൽ ഫോണിൽ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും എടുത്തു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എത്രത്തോളം മൊബൈൽ ഫോണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്, ഏതൊക്കെ അപ്ലിക്കേഷൻസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഇതിൽ എത്ര സമയം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ. ഓക്കെ, ബാക്കി ആരും കമന്റ് ചെയ്തിട്ടില്ല, മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാൻ നോക്കാം. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം, ബാക്കിയുള്ള മൊബൈൽ ഫോൺ എല്ലാം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്, നമുക്കറിയാം. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അത്രയും കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലെ? നമ്മള് എല്ലാവർക്കും അറിയുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. നമ്മളെ കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അതിന്റെ ദൂഷ്യഫലങ്ങള്, ബാക്കി പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇല്ലേ? ആം ഐ കറക്റ്റ്? സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ആ രീതിയിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ എഞ്ചിനീയറിങ്, നിങ്ങൾ അത് ഉപയോഗിക്കും തോറും നിങ്ങൾക്ക് ഏകാന്തത കൂടുതൽ അനുഭവിക്കാനും നിങ്ങളത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കുറെ പേര് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ എവരിവൺ.
അപ്പൊ ഇന്ന് ഫസ്റ്റ് ഓഫ് ആള് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനെ കുറിച്ച് അവെയർ ആയിരിക്കണം, നമ്മളിത് മനസ്സിലാക്കണം. ഇത് എന്താണ്, ഏത് പ്രശ്നവും പോലെ മൊബൈൽ ഫോൺ അഡിക്ഷനും നമ്മൾ മനസ്സിലാക്കണം. ഇത് എത്രത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് നമ്മുടെ അസുഖങ്ങൾ ഒക്കെ ഇതിൽ അടിച്ചു നോക്കും. ചെറിയ എന്തെങ്കിലും പ്രശ്നം, കാലിന് വേദന, കാലിന് തടിപ്പൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ചെന്നാണ്ട് യൂട്യൂബിൽ അടിച്ചു നോക്കുന്നു, ഗൂഗിളിൽ അടിച്ചു നോക്കുന്നു. എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അതിലുള്ള കുറെ വിവരങ്ങള്, ക്യാൻസർ മുതലുള്ള അസുഖങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരും നമുക്ക്. എന്നിട്ട് ഇത് നോക്കിയിട്ട് ഈ അസുഖങ്ങൾ നമുക്കുണ്ടോ, ഈ അസുഖങ്ങൾ നമുക്കില്ലേ, ഈ സിംറ്റംസ്, ചില സിംറ്റംസ് ഒക്കെ ഇതിൽ എനിക്കുണ്ട്, ഈ കാലുവേദന ബന്ധപ്പെട്ട തടിപ്പ് ചില പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്, ബാക്കിയുള്ള ഈ അസുഖം ഉണ്ടാവാതെ ബാക്കിയുള്ള സിംറ്റംസ് എനിക്കുണ്ടോ, ഇത് സെർച്ച് ചെയ്ത് നോക്കുക, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഇതാണ് അധിക പേരും ചെയ്യുന്നത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? എല്ലാ അസുഖങ്ങളും നമുക്കുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭൂമിയിലുള്ള എല്ലാ അസുഖങ്ങളുടെയും ചില പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മുടെ ഓരോരുത്തർക്ക് എല്ലാവരുടെയും ശരീരം പെർഫെക്റ്റ് ആയിരിക്കില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ശരീരത്തിനുണ്ടാവും. 100% പെർഫെക്റ്റ് ശരീരം അല്ല ആരുടേതും. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് അസുഖങ്ങളല്ല, അത് സ്വാഭാവികമാണ്, അത് വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഹെൽത്ത് ആങ്സൈറ്റി മാറ്റാനുള്ളത് നിങ്ങൾ ഈ ഒരു അവയർനെസ്, നമ്മുടെ എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ്, അത് ഒരു പ്രശ്നമല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതൊരു പ്രശ്നമല്ല, എങ്കിലും സെൽഫ് ലവിന്റെ അഫർമേഷൻ ഞാൻ കൊടുക്കും എന്നുള്ള അവയർനെസ് നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ അപ്പൊ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ ചിലവര് കുറച്ച് തടിയുള്ള ബോഡിയായിരിക്കും, ചിലവര് അത്ര തടി ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ജനറലി ഒരു മിനിമം BMI എന്ന് പറഞ്ഞൊരു ചാർട്ട് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ വരെ. BMI വെച്ചാണ്ട് നിങ്ങളെ ഹൈറ്റിനൊപ്പിച്ച വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഹൈറ്റിനൊപ്പിച്ച് നിങ്ങളെ വെയിറ്റ് അധികമാണ്, അങ്ങനെ കണക്ക് കൂട്ടിയാണ്ട് കുറെ ആളുകൾ തടി കുറക്കാൻ വേണ്ടി ഇപ്പൊ കിണഞ്ഞു പരിശ്രമിക്കുന്നു. കുറെ ആളുകൾ ഞാൻ തടിയില്ല, തടി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ ഒരു ജനറലി ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് വരിക എന്ന് പറയുന്ന ചെരുപ്പിനൊപ്പിച്ച് കാല് മുറുക്കുന്ന രീതിയാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ശരീരം എങ്ങനെ ആയിക്കോട്ടെ, അതിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നമ്മുടെ ശരീരത്തിനെ ദ്രോഹിക്കുന്നത്, ഓവറായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് മാറ്റിയാൽ മതി. നമ്മുടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ മാറി വരും. അതിന് ഞാൻ പ്രത്യേകമായിട്ട് ഓടി നടന്ന് എൻ്റെ തടി കുറക്കുകയോ അതല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ ഒരുപാട് ക്ഷീണിപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല. എൻ്റെ ശരീരത്തിന് തന്നെ ഓട്ടോമാറ്റിക്കലി തടി കുറക്കാനും എൻ്റെ ശരീരം ഹെൽത്തി ആക്കി നിർത്താനും അറിയാം. ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ തെരഞ്ഞു നടക്കും. ഇത് എന്ത് എന്ത് ടിപ്സ് ആണുള്ളത്, എന്ത് ടിപ്സ് എനിക്കുണ്ട്, എൻ്റെ തടി കൂടുതലാണ്, അതല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഈ പ്രശ്നങ്ങളുണ്ട്, ഇത് മാറ്റാൻ വേണ്ടി എന്ത് ടിപ്സ് എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ശരീരത്തിലെ തൊലിയൊക്കെ ഡ്രൈ ആണ്, എന്ത് ട്രിക്സ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിരന്തരം നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കൂടും. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ, ടിപ്സ് കിട്ടുമ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പരക്കം പാച്ചില്, ഇങ്ങനെയുള്ള ഒരു തെരച്ചില് അത് മാറ്റി വെക്കുക. അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ശരീരത്തെ ഹെൽത്തി ആക്കാനുള്ള, ഹാപ്പി ആക്കാനുള്ള, റിച്ച് ആക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂൺ മെക്കാനിസം ഉണ്ട്. രോഗപ്രതി ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് പടയാളികളുണ്ട്. അവരെ പണിയെടുക്കാൻ വിട്ടാ മതി. അവരെ തടസ്സപ്പെടുത്തി നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യുന്നതിന് പകരം നമ്മൾ അവരെ കൂളാക്കി പണിയെടുക്കാൻ വിടുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം ഹെൽത്തി ആവും, ഹാപ്പി ആകും.
നമ്മുടെ ചുറ്റുപാടുള്ള അവസരങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. ഇതിന് നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ ശരീരത്തെ ഫ്രീ ആക്കി വിടുക. ഇത്തരത്തിലുള്ള ഒരുപാട് ഹെൽത്ത് ഇൻഫർമേഷൻസ്, ഒരുപാട് ഡാറ്റ, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ അടുത്ത് ഒരുപാട് വിവരങ്ങളുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചത്, ഓക്കെ ഗുഡ് മോർണിംഗ്, പഠിച്ചു വെച്ചത്, അതേപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണില്, അതേപോലെ തന്നെ ടെക്നോളജിയില് നമുക്ക് എന്ത് വിവരം എപ്പോ വേണോ അപ്പൊ അത് കിട്ടും. പക്ഷെ ഇതിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ബാധ്യതയാണ്. ഇതൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസും വിവരങ്ങളും ഒക്കെ തരും. അറബിയിൽ പറഞ്ഞ ഇൽമുൻ നാഫിയ എന്ന് പറയും. നമുക്ക് ഉപകാരപ്പെടുന്ന അറിവ്. ഒരുപാട് ഡാറ്റ കിട്ടിയിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് വിസ്ഡം എന്ന് പറയുന്ന നമുക്കുള്ള ഉൾ നോളജ് എന്ത് കിട്ടുന്നു എന്നുള്ളതിലാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ തലക്കകത്ത് ഭാരമായിട്ട് കിടക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഓരോ നിമിഷവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സോഷ്യൽ മീഡിയ നോക്കി ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് അറിയാം ഏതൊക്കെയാണ് നല്ല ഭക്ഷണങ്ങൾ എന്നുള്ളത്. നിങ്ങൾ ഓവറായിട്ട് സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ പരസ്യങ്ങളൊക്കെ കണ്ട് ഫാസ്റ്റ് ഫുഡുകൾ ഓവർ കഴിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മുടെ ശരീരത്തിന് നോക്കാൻ അറിയാം. ആ ഒരു വിശ്വാസം നിങ്ങളുടെ അകത്തേക്ക് വരണം. ലോകത്താകെ ഓടി നടന്നതിൽ ഏതാണ് നല്ല ഭക്ഷണം? ഇതിൽ എൻ്റെ കലോറി സിദ്ധാന്തങ്ങളൊക്കെ ശരിക്കും ഇപ്പൊ കുറച്ചു കാലമായിട്ടേ വന്നിട്ടുള്ളൂ. ഇപ്പൊ ആളുകൾ ഭയങ്കരമായിട്ട് ഇതിൽ ഇത്ര കലോറി ഉണ്ട്, ഇത് കഴിക്കാൻ പറ്റൂല, മാക്സിമം എനിക്ക് 1200 കലോറി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കറക്റ്റ് നോക്കിയിട്ടാ കഴിക്കാം. ചോറ് കഴിക്കാൻ പറ്റില്ല, കുറെ ഫുഡ് മാറ്റി, ഇതൊക്കെ അൺഹെൽത്തി ഫുഡാണ്, ചോറൊക്കെ അൺഹെൽത്തി ഫുഡാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ലെ? നമുക്ക് ഒരു 50 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോറ് എന്ന് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ ഹെൽത്തി ആയിരുന്നു അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കാരണം ഒരു പക്ഷെ നിങ്ങൾ കേട്ടതിന്റെ ഘടക വിരുദ്ധമായിട്ട് ഓപ്പോസിറ്റ് ആയി കയറി കയറാൻ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ പഠനങ്ങൾ വരും, പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വരും. ഇന്നലെ വരെ നമ്മളോട് പറഞ്ഞു തന്നിരുന്നു ഗോതമ്പ് നല്ല ഭക്ഷണമാണ്, നിങ്ങൾ ചോറിന് പകരം ചപ്പാത്തി കഴിക്കൂ എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാല് ചപ്പാത്തിയിൽ ഗ്ലൂട്ടൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചപ്പാത്തി കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇതൊന്നും അല്ല നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് ആരോഗ്യമാണ് ആവശ്യമുള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്, നമ്മുടെ ശരീരത്തിന് അതിനുള്ള ശേഷിയുണ്ട്. ഇല്ലേ? ഇപ്പൊ ഗർഭം തുടങ്ങിയ സമയത്ത് ലേഡീസിന് ഓട്ടോമാറ്റിക്കലി കണ്ണിമാങ്ങ തിന്നാനുള്ള ഓട്ടോമാറ്റിക്കലി ടെൻഡൻസി വരും ഇല്ലേ? അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം പറഞ്ഞു തരാണ് അതിലുള്ള ഘടകങ്ങൾ ഇപ്പൊ എനിക്ക് ആവശ്യമുണ്ട്, നീ അത് പോയി കഴിക്ക്. ഇത്തരത്തില് നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി ഓരോ ഭക്ഷണങ്ങളെ തോന്നിപ്പിക്കാനും അതുകൊണ്ട് വെറുപ്പ് വരാനും ഒക്കെ നമ്മുടെ ശരീരത്തിന് സാധിക്കും. ഈ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന്റെ ഈ ഓട്ടോമാറ്റിക് മെക്കാനിസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വിടുക, അവന് തടസ്സം ഉണ്ടാതിരിക്കുക, അവനെ ഒരുപാട് ടെൻഷൻ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവന് ഓവർ ഭക്ഷണം കൊടുത്ത് വയറിന്റെ സെൻസറുകളൊക്കെ നശിപ്പിക്കാതിരിക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ അവയർനെസ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ നോക്കി നടത്താൻ ശേഷിയുണ്ട്. നിങ്ങളത് നശിപ്പിക്കുമ്പം അവന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കുറെ ഇൻഫോർമേഷൻസ് തേടി പോവേണ്ടത്. ഇത് തീരാത്ത കടലാണ് ഈ ഇൻഫോർമേഷന്റെ, ഈ ഡാറ്റയുടെ കടൽ എന്ന് പറഞ്ഞാല്. ഒരു കാലത്ത് നിങ്ങളെ കൊണ്ട് താണ്ടി അക്കരെത്താൻ പറ്റില്ല. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പറയുന്ന സംഭവങ്ങളാവില്ല അടുത്ത ദിവസം പറയുന്നത്. പുതിയ പഠനങ്ങൾ നടത്തുന്നു. ഈ പഠനങ്ങളുടെ രസം എന്ന് പറഞ്ഞാല് ആരാണോ കൂടുതൽ ഫണ്ട് ചെയ്യുന്നത്, ഏത് കമ്പനി കൂടുതൽ ഫണ്ട് ചെയ്യുന്നു, ഏത് പ്രൊഡക്റ്റ് വെക്കുന്ന കമ്പനി കൂടുതൽ ഫണ്ട് ചെയ്യുന്നു, അവര്
അനുസരിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഓട്സിന്റെ കമ്പനി ഫണ്ടിങ് ചെയ്താൽ അവർ പറയും ഓട്സ് നല്ല ഭക്ഷണമാണ്, നിങ്ങളുടെ ശരീരത്തെ ഹെൽത്തി ആക്കി നിർത്താനുള്ള ഏറ്റവും നല്ല ഭക്ഷണം ഓട്സ് ആണ്, അതിൽ കലോറി കുറവാണ്, ന്യൂട്രിയൻസ് ഉണ്ട്, നിങ്ങളുടെ ഹാർട്ടിനെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളത്. നിങ്ങളുടെ ഹാർട്ടിനെ നശിപ്പിക്കുന്നത്, എൻ്റെ ഹാർട്ടിനെ നശിപ്പിക്കുന്നത് എൻ്റെ ചിന്തകളാണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണമല്ല, എൻ്റെ ചിന്തകളാണ് എന്നുള്ള അവയർനെസ് ആണ് നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ പറഞ്ഞത്? കമന്റ് കെ ഇഫ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. കമന്റ് കെ, കമന്റ് ചെയ്യൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ എന്തോ കാണുന്ന വീഡിയോ പോലെ ഉണ്ടാവുള്ളൂ. ഓക്കെ കമന്റ് എസ് ഓർ കെ. ഓക്കെ ഷാഹിദ, ഓക്കെ റസാനിൽ, ഓക്കെ അമ്പിളി, ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്, ഇപ്പോഴും നമുക്ക് അടുത്തുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ടിപ്സുകള്. ഇത് തേടിപ്പോകുന്നത്, ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നത്, ഇത് ഒരു ദിവസം നേരത്തെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ലൈഫ് ഹെൽത്തി ആയി എന്ന് വിചാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റായ ചിന്താ വിശ്വാസങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകളാണ്, എൻ്റെ മനസ്സിന് ഞാൻ കൊടുക്കുന്ന ടെൻഷൻസ് ആണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല. ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ടെൻഷൻസ് ആണ്. നമ്മൾ ബാക്കി എന്ത് ഭക്ഷണം കഴിച്ചാലും അതിലിനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ വൃത്തിയാക്കാൻ, ക്ലീൻ ആക്കാൻ, ശുചീകരിക്കാൻ നമ്മുടെ ലിവറിന് സാധിക്കും. ബാക്കി ഓവർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അതേപോലെ തന്നെ ഉപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കാൻ നമ്മുടെ കിഡ്നിക്ക് സാധിക്കും. ഇവനെ ടെൻഷൻ അടിച്ച് ഓവർ ഡിപ്രഷൻ അടിച്ച് ഞാൻ താറുമാറാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ തീരാത്ത ഇൻഫർമേഷൻ കടലിൽ മുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നുള്ളതല്ല നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കാനുള്ള, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോംവഴി എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ഓവർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മാറ്റി വെക്കുക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ഡാറ്റയാണ് നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇത് മാറുന്ന ഡാറ്റ നിങ്ങൾ അതിനനുസരിച്ച് ഓരോ ദിവസം മാറ്റി മാറ്റി പരീക്ഷിച്ചത് കൊണ്ട് എന്താണ്, നമ്മുടെ ആരോഗ്യം ഉള്ളത് കൂടി നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ഓക്കെ, ശരി, മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. മോർണിംഗ് മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ആർ യു റെഡി ഫോർ ദ മെഡിറ്റേഷൻ? കമന്റ് ആർ. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം അമിത ഉപയോഗം തന്നെയാണെന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ സകല. ഓക്കെ, താങ്ക് യു. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം പറഞ്ഞാലല്ലേ, നമ്മുടെ ഉള്ളില് കുറെ വിശ്വാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ വിശ്വാസങ്ങളെ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഇതിനെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാ പറയാം. നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഈ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമോ, ഞാൻ ബാക്കിയുള്ളവരോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കില്ലേ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഇങ്ങനത്തെ ഒരുപാട് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ മിഥ്യയാണ്, സത്യമല്ലാത്ത പേടികളാണ് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയയിലെ എഞ്ചിനീയർമാർ നമുക്ക് ഇട്ട് തന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക. ഇതിൽ ഒരുപാട് ഹെൽത്ത് ഇൻഫർമേഷൻസ് അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ അനാവശ്യമാണ്. അത് ശരിക്കും എൻ്റെ ആവശ്യമില്ല. അത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അത് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, എൻ്റെ ആരോഗ്യം എൻ്റെ കയ്യിലാണ് എന്നുള്ള ഒരു ആത്മാർത്ഥ ബോധ്യം അത് നമ്മുടെ അകത്തേക്ക് കൊടുക്കാം. ഓക്കെ, അതെല്ലാം മെഡിസിൻസ് ആയിരുന്നാലും എല്ലാ സംഭവങ്ങളായിരുന്നാലും അതിനേക്കാളേറെ ശേഷി നിങ്ങളുടെ ശരീരത്തിനുണ്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റാൻ. അത് ഞാൻ മാത്രം പറയുന്നതല്ല, അത് സയൻസ് പറയുന്നതാണ്. ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തെ നിങ്ങൾ ചില പ്രശ്നങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഉള്ളിലെ സിസ്റ്റം തകർക്കുമ്പോഴാണ്
ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നം. അതല്ലാതെ പുറത്തു നിന്നുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളൊക്കെ ചെറിയ ഘടകങ്ങൾ മാത്രമാണ്. യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. അതാണ് നമ്മൾ ആദ്യവും അവസാനവും പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതും. ഓക്കെ, അതൊക്കെ കുറെ ബിലീഫ് സിസ്റ്റംസ് ആണ്. നമുക്ക് ഇന്ന മെഡിസിൻസ് കഴിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ജീവിതകാലം മൊത്തം ചില മരുന്നുകൾ കഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ആളുകൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. പലതും കേവലം വിശ്വാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അകത്തേക്ക് ഇതെല്ലാം മാറ്റിയുള്ള അവയർനെസ് അകത്തേക്ക് കൊടുക്കുക. മനസ്സമാധാന പ്രശ്നം കൂടും. ഓക്കെ, സോഷ്യൽ മീഡിയ അത് എന്ന് പറഞ്ഞാല് പാരഡോക്സിക്കൽ ലോൺലിനെസ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തില് ഒരു ചെറിയൊരു സന്തോഷം, ഒക്കെ റീൽസ് കാണുമ്പം നമ്മുടെ ഡോപാമൈന് കുറച്ചൊന്ന് അധികമാവും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു 5 റീല് തുടരെ കാണുന്ന ഒരു 5 റീലുകൾ അതല്ലെങ്കിൽ ഒരു 5 വീഡിയോസ് നിങ്ങൾ നോക്കേണ്ടി, 5ഉം നിങ്ങൾക്ക് 5 തരത്തിലുള്ള, ഒന്ന് സങ്കടം വരുത്തുന്ന, ഒന്ന് സന്തോഷം വരുത്തുന്ന, മോട്ടിവേഷൻ വരുത്തുന്ന 5 വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു 5 വീഡിയോ നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവും 5ഉം 5 ഇമോഷൻസ് ആണ് നിങ്ങൾക്ക് തരിക. പേടിയും സങ്കടവും ദേഷ്യവും പല ടൈപ്പ് ഇമോഷൻസ് നിങ്ങൾ ഒരേ സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തലക്കാകെ കൺഫ്യൂഷൻ ആവും. ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്, ശരിക്കും എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ, എന്താ ഇവിടെ സംഭവിക്കുന്നതിൽ തലക്ക് കൺഫ്യൂഷൻ ആവും. എന്ത് സംഭവിക്കും? പവർ കട്ടാവും. നമ്മൾ ഒരു ബ്ലിങ്ക് അടിച്ച അവസ്ഥയിലായി മാറും സോഷ്യൽ മീഡിയ നമ്മൾ കുറച്ചേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് എഞ്ചിനീയർമാർ അതിനനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. നമ്മൾ അടുത്ത് ഏത് വീഡിയോ വരണം എന്നുള്ളത് സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവിടെ ഇരുന്ന് തീരുമാനിക്കുന്നുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്ലിങ്കസ് അടിക്കും, നമ്മൾ വീണ്ടും ഇത് കണ്ടുകൊണ്ടേയിരിക്കും. ഇത് അഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തത്. അത് നമുക്ക് ഒന്നും ചെയ്യാനുള്ള, നമ്മുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ. അതൊക്കെ വിട്ടേക്കുക. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിന്റെ അകം ക്ലിയർ ആക്കുക, അതിനെ സ്ട്രോങ് ആക്കുക. അവിടെയുള്ള വെളിച്ചം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാല് ബാക്കി എന്ത് ചെയ്യണം? ഇപ്പൊ ചിലർ പറയും മൊബൈൽ ഫോൺ ഉപയോഗം കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ മൊബൈൽ ഇങ്ങനെ ഉയർത്തി പിടിച്ച് നോക്കുക, അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈവേദനയായി നിങ്ങൾ നിർത്തിക്കോളും എന്നുള്ളത്. നിങ്ങളുടെ മനസ്സ് എത്ര സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ച് ബാക്കിയുള്ള എന്തായിരുന്നാലും വർക്കൗട്ട് ആയിക്കോളും. നിങ്ങൾക്ക് ഏതൊരു റോഡിലൂടെ പോകണം, എത്ര വേഗതയിൽ പോകണം എന്നുള്ളതൊക്കെ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് എത്ര സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതിന് അനുസരിച്ചാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിന് കണക്റ്റഡ് ആയത് വരും. ഓക്കെ, അതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് മനസ്സ് നിങ്ങളുടെ ശീലങ്ങളിൽ നിന്ന്, നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള ശീലങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കും. മനസ്സ് നിങ്ങൾ അപ്പ ചിന്തിക്കുന്ന ഡയറക്റ്റ് വായിക്കല്ല, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചിന്ത ഓട്ടോമാറ്റിക്കലി, നമ്മുടെ ഓട്ടോമാറ്റിക് മെക്കാനിസം, മനസ്സിന്റെ ചിന്താ മെക്കാനിസം സോഷ്യൽ മീഡിയക്ക് അറിയാം. അപ്പൊ അതിനനുസരിച്ചുള്ള റീൽസ് അതിൽ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു അഡിക്ഷൻ ലൂപ്പിൽ നിന്നും നമ്മൾ പുറത്ത് കടക്കണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുക, അതിന്റെ സ്ട്രെങ്ത് കൂട്ടുക, അതിനെ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് അറിയാനുള്ള ശേഷി അതിനുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് മൺഡേ ആയിട്ട് കുറെ പേര് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഇന്ന് ആളുകളുടെ എണ്ണം കുറവാണ്. ഓക്കെ, മെഡിറ്റേഷൻ സെഷൻ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേഷന്റെ ഒരു പവർ ശരിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം. ഏതെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തു പിന്നെ കുറെ ചെയ്തില്ല, അങ്ങനെ ചെയ്യരുത്. രാവിലെ നമുക്കൊപ്പം എന്നും മെഡിറ്റേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ വീണ്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മൊബൈൽ ഫോണിന്റെ പ്രശ്നങ്ങളോ ബാക്കി എന്ത് പ്രശ്നങ്ങളും അഡിക്ഷൻ നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് മാറി വരും. കാരണം നമുക്ക് ആവശ്യം നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് മാക്സിമത്തിൽ എത്തിക്കുക. അങ്ങനെയെങ്കിൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ചെറുതായി വരും.
അതല്ല, നിങ്ങൾ അത് മാറ്റാൻ വേണ്ടി ടിപ്സും ട്രിക്സും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നും ഈ അന്വേഷണത്തിന്റെ പിറകെ ആയിരിക്കും. നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ തക്കാളി പെട്ടിക്ക് നിങ്ങൾ ഗോദറേജിന്റെ പൂട്ടിടരുത്. മനസ്സിന്റെ അകം സ്ട്രോങ് ആക്കാതെ നിങ്ങൾ എന്ത് ടിപ്സ് ഉപയോഗിച്ചും അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തക്കാളി പെട്ടി നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കണം. ഒരു ഇടി കിട്ടിയാലും പഞ്ച് കിട്ടിയാലും തളരാത്ത തകരാത്ത ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഏത് പൂട്ടിട്ടും പൂട്ടാം. അത് പൊളിയില്ല, തകരില്ല. ഓക്കെ ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. അൻസറ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടില്ലേ? കുറെ പേര് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ, മെഡിറ്റേഷനിൽ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള ഫസ്റ്റ് പറയാറുള്ളത്, നിങ്ങളെ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. എവിടെയായിരുന്നാലും നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. ഓക്കെ, പരമാവധി റിലാക്സ് ചെയ്യാൻ ഓക്കെ ഓക്കെ പരമാവധി റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക. ഓക്കെ, റിലാക്സ് ചെയ്തിട്ടിരിക്കുക. നിങ്ങളെ ശ്വാസം, നെക്സ്റ്റ് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പതുക്കെ ശ്വാസം, നോർമൽ ആയിട്ടുള്ള ശ്വാസം എടുക്കുക. നെക്സ്റ്റ് ഡീപ്പ്, മാക്സിമം ഡീപ്പ് ശ്വാസം എടുക്കുക. മാക്സിമം ഡീപ്പ്. ഹോൾഡ് എ സെക്കൻഡ്, ഹോൾഡ് എ സെക്കൻഡ്. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി 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 വിടുക. Do it again. Take a small breath. Deep breath. Maximum deep breath. Hold a second. ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി 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 വിടുക. Do it again. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റിമുലേഷൻ സ്റ്റെപ്പ്, നിങ്ങൾ കൈകളെടുത്ത് ഓപ്പോസിറ്റ് കയ്യിൽ റബ്ബ് ചെയ്യുക. മാക്സിമം റബ്ബ് ചെയ്യുക. ഇതേപോലെ തന്നെ കൈകൾ മാറി റബ്ബ് ചെയ്യുക. ഓക്കെ, യു ആർ ഡൂയിങ് ഇറ്റ്. കൈകളെടുത്ത് ഓപ്പോസിറ്റ് കയ്യിൽ മാറി റബ്ബ് ചെയ്യുക. അത് ഫീൽ ചെയ്ത് റബ്ബ് ചെയ്യുക. നിങ്ങളുടെ വിരലിന്റെ അറ്റത്ത് ഒരുപാട് ന്യൂറൽ സെൽസ് ഉണ്ട്, സെൻസറുകൾ ഉണ്ട്. അതിന് ഞാൻ ആക്ടിവേറ്റ് ആക്കുന്നു. ഒരു വിരലെടുത്ത് മറ്റേ വിരലിൽ നിങ്ങൾ റബ്ബ് ചെയ്യുക. അതേപോലെ തന്നെ വിരൽ മാറി റബ്ബ് ചെയ്യുക. ഡു ഇറ്റ് അഗൈൻ. വിരലുകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, കൈ മാറി റബ്ബ് ചെയ്യുക. ഓക്കെ, now റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടക്കുക. ഓക്കെ, നിങ്ങളുടെ കാലുകൾ താഴെ വെക്കുക. റിലാക്സേഷൻ, ഈ ഭൂമിയിലുള്ള ഭയങ്കരമായ റിലാക്സേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അത് നിങ്ങളെ പുണരുന്നതായിട്ട്, നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. വീണ്ടും വീണ്ടും സങ്കല്പിക്കുക, അല്ലേ? വീണ്ടും നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് റിലാക്സേഷൻ, സമാധാനം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഒക്കെ കൊണ്ട് ആ റിലാക്സേഷൻ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ കാലുകളിലൂടെ നിങ്ങളുടെ കണങ്കാലിലേക്ക് ആ റിലാക്സേഷൻ പ്രവേശിക്കുന്നു. നിങ്ങളുടെ കാലുകളിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വലിയ റിലാക്സേഷൻ. അത് ഫീൽ ചെയ്യുക. നിങ്ങൾ വീണ്ടും വീണ്ടും സങ്കല്പിക്കുക. അത് നിങ്ങളുടെ അകത്തേക്ക് വരുന്നതായിട്ട്, നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരുന്നതായിട്ട്. അതിൻ്റെ ആ ഒരു ഫീലിംഗ്, അതിൻ്റെ ആ ഒരു സുഖം നിങ്ങൾ സങ്കല്പിക്കുക, അനുഭവിക്കുക. നിങ്ങളുടെ മുട്ടിലേക്ക്, നിങ്ങളുടെ തൊടകളിലേക്ക് ആ റിലാക്സേഷൻ കയറി വരുന്നു. അതിൻ്റെ സമാധാനം നിങ്ങളുടെ അകത്തേക്ക് കയറി വരുന്നു. നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മൾ കൊടുത്ത ഒരുപാട് റിലാക്സേഷൻ എല്ലാം. നമുക്ക് വേണ്ടി എല്ലാ ഉത്തരങ്ങളും ഇവിടെ തന്നെയുണ്ട്.
അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ശേഷി, അതിനുള്ള ആ ഒരു വലിയ പവർ ഇപ്പോൾ എൻ്റെ അകത്തേക്ക് കയറി വരുന്നു. നമ്മുടെ വയറുകളിൽ ഒരുപാട് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന, നമ്മുടെ തന്നെ തെറ്റുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നമ്മുടെ വയറിൽ നമ്മുടെ റിലാക്സേഷൻ വേവ് കടന്നു പോകുന്നു. അവിടെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരുപാട് നമ്മുടെ ഇൻഡസ്റ്റൈനുകൾ, കുടലുകളിലൊക്കെ ഈ റിലാക്സേഷൻ വേവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇമാജിൻ ചെയ്യുക, ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ റിലാക്സേഷൻ വേവ് നിങ്ങളുടെ വയറിലെ മൊത്തം ഘടകങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അത് നിങ്ങളുടെ വയറിനെ മൊത്തത്തിൽ റിലാക്സ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വീണ്ടും സങ്കല്പിക്കുക. ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള സന്തോഷമുള്ള ഫീലിംഗ് ആണത്, അല്ലെ? നല്ല പ്ലസന്റ് ഫീലിംഗ് ആണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇത് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അത് ഞാൻ പുറത്ത് ഓടി നടക്കുകയായിരുന്നു, സോഷ്യൽ മീഡിയയിൽ പരതി നടക്കുകയായിരുന്നു, എന്തൊക്കെയോ ഞാൻ തപ്പി നടക്കുകയായിരുന്നു, പക്ഷെ അവിടെയൊന്നും അതൊന്നുമില്ലായിരുന്നു, എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ തിരിച്ചറിവ് എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗങ്ങൾ എനിക്ക് കുറക്കാൻ സാധിക്കും. കാരണം അത് പലതും ആവശ്യമില്ലാത്തവയായിരുന്നു. പലതും എനിക്ക് ഒരു ഉപകാരത്തിന് പകരം ഉപദ്രവം എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ പ്രശ്നങ്ങളിലേക്ക്, കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ്സ് ഓക്കെ. അതില് സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗുകാരുടെ ഭാഗത്ത് തെറ്റുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവരുടെ അഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഞാനും അതിൻ്റെ ഭാഗമായി അഡിക്റ്റഡ് ആയി പോയി. ഇറ്റ്സ് ഓക്കെ. ഇനി മുതൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഐ ഹാവ് ദാറ്റ് പവർ. നിങ്ങളുടെ റിലാക്സേഷൻ വേവ് നിങ്ങളുടെ നെഞ്ഞുകളിലേക്ക്, നിങ്ങളുടെ ശരീരം മൊത്തം ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഫീൽ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ് മാക്സിമം ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി ഊതി വിടുക. നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുന്നത് മൂക്കിലൂടെയാണ്, അല്ലേ? പുറത്തേക്ക് ശ്വാസം വിടുന്നത് വായിലൂടെ ഊതി വിടുകയാണ്. ഓക്കെ, ഡു ദാറ്റ് അഗെയിൻ. പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക. മാക്സിമം ഡീപ് ബ്രെത്ത്. ശ്വാസം പതുക്കെ, ഹോൾഡ് എ സെക്കൻഡ്, പതുക്കെ പുറത്തേക്ക് ഊതി വിടുക. ഫീൽ ദാറ്റ് റിലാക്സേഷൻ. നിങ്ങളുടെ ശരീരം മൊത്തം ഇപ്പൊ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് എല്ലാം നമ്മുടെ അകത്താണുള്ളത്, അത് പുറത്തല്ല. സോഷ്യൽ മീഡിയയുടെ ഉള്ളിലല്ല നമുക്കുള്ള ഉത്തരങ്ങൾ ഉള്ളത്. ആ ബോധ്യം, ആ അവയർനെസ്, ആ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സത്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കൊടുക്കുക. നിങ്ങളുടെ ചിന്താ പടലങ്ങൾ കടന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ എത്തട്ടെ. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് ചില എന്റർടൈൻമെന്റ് കിട്ടുന്നതിലപ്പുറം ബാക്കി വലിയ ഉപകാരങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും. മൊബൈൽ ഫോൺ എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ശേഷി എൻ്റെ അകത്ത് തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും, അത് മൊബൈൽ ഫോണിന്റെ പ്രശ്നമായിരുന്നാലും, ഉത്തരം എൻ്റെ അകത്താണുള്ളത്. ബാക്കിയുള്ള എവിടെയും ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. എൻ്റെ ഉള്ളിൽ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഇത് മാറാത്ത പ്രശ്നങ്ങളാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ എൻ്റെ അകത്തുണ്ടായിരുന്നു. അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ മാറ്റിവെച്ച് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു, അത് മാറ്റുന്നു. അത് മാറ്റിയതായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ അകത്ത് വരട്ടെ.
കാരണം പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാറിപ്പൊക്കോളും. നമ്മുടെ ചിന്തകളായിരുന്നു പ്രശ്നം. അതിപ്പോ മനസ്സിലാകുന്നുണ്ട്. അത് എൻ്റെ അകത്ത് നിന്നും മാറിപ്പോകുന്നുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഈ അഫർമേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രെത്ത് വർക്ക് ഒന്നുകൂടി ചെയ്യുക. പതുക്കെ ശ്വാസം എടുക്കുക. മാക്സിമം ഡീപ് ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി ഊതി വിടുക. ഓക്കെ, ഡു ദാറ്റ് അഗെയിൻ. നിങ്ങളുടെ റിലാക്സേഷൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ, അത് മാറിയ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അത് മാറിയതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പം ഞാൻ ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്. ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ള പൈസ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? എന്ത് കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വീണ്ടും 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 ഇമാജിൻ ചെയ്യുക, ഫീൽ ചെയ്യുക. അല്ലേ? നിങ്ങൾക്കിപ്പോൾ അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൊബൈൽ അഡിക്ഷൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം തീർന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുക, സങ്കല്പിക്കുക, വീണ്ടും സങ്കല്പിക്കുക. ഓക്കെ, ആ റിലാക്സേഷൻ അനുഭവിക്കുക. അത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. നിങ്ങൾ അത് വീണ്ടും സങ്കല്പിക്കുക. ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്, മാക്സിമം ഡീപ് ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി ഊതി വിടുക. ഓക്കെ ഓക്കെ. മോർണിംഗ് നമുക്ക് മെഡിറ്റേഷൻ വളരെ ക്ലാസ്സിൻ്റെ ഇടയിൽ വളരെ കുറച്ച് സമയം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഒരു സമയം മാത്രമാക്കരുത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മെഡിറ്റേഷൻ ചെയ്യണം. കുറേ സമയം, പരമാവധി നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര സമയം മെഡിറ്റേഷൻ ചെയ്യണം. താങ്ക്സ്. മെഡിറ്റേഷൻ വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്, മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആവും. ഇത് മാത്രമാണ് അതിലേക്കുള്ള വഴി. തെറാപ്പികളും മെഡിറ്റേഷനുമാണ്. അതല്ലാതെയുള്ള ടിപ്സോ ട്രിക്സോ മരുന്നുകളോ അതേപോലെ തന്നെ മരുന്നുകളുടെ കാര്യം എടുത്താൽ, നിങ്ങളിപ്പോൾ ഒരുപാട് മരുന്ന് കുടിച്ചു, എൻ്റെ ശരീരം ഇങ്ങനെയായി, ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഏത് ഘട്ടത്തിലായിരുന്നാലും, അങ്ങേ അറ്റത്തെ ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ആളുകളെ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങേ അറ്റം പോയി തിരിച്ചു വന്ന ആളുകളെ. അപ്പൊ നിങ്ങൾ കുറച്ചു കാലം മരുന്ന് കുടിച്ചു, എൻ്റെ ശരീരം ഇങ്ങനെയായി, ഇനി എനിക്കതൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി വെക്കുക. ഏത് ഘട്ടമായിരുന്നാലും, ഏത് അങ്ങേ അറ്റമായിരുന്നാലും നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു മാർഗം ഇനിയുമുണ്ട്. എല്ലാവരുടെ മുന്നിലും ഇനിയുമുണ്ട്. അത് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക. ദ പവർ ഓഫ് അഫർമേഷൻ, അത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒന്നാണ്. പിന്നെ മൊബൈൽ ഫോണിന്റെ കാര്യമാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതായിട്ട്, നിങ്ങൾ രാത്രി ഉറങ്ങുമ്പം നിർബന്ധമായിട്ടും ഇന്നത്തെ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. ഞാൻ എത്ര സമയം വെറുതെ കളഞ്ഞു, അതിൽ എത്ര സമയം ഞാൻ മൊബൈൽ ഫോൺ നോക്കിക്കളഞ്ഞു എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ എടുത്ത് നിങ്ങളത് നോക്കണം. ഓരോ ദിവസവും പറ്റുമെങ്കിൽ ഒരു ബുക്സിൽ എഴുതി വെക്കണം. ഇന്ന് ഇത്ര സമയം ഞാൻ ഉപയോഗിച്ചു.
നാളെ അതിൽ നിന്നും ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ കുറച്ചിരിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ഒന്നിച്ച് മൊബൈൽ ഫോണ് നിങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. മൊബൈൽ ഫോണിൽ കുറെ ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളും ചാറ്റ് ബോട്ടുകളും ഒക്കെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ടെക്നോളജിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ട് അതിനെ മൂലക്ക് പൂർണ്ണമായിട്ടും എറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെയും ജീവിക്കാം. പക്ഷേ നിങ്ങളുടെ അകത്തളങ്ങളെ സ്ട്രോങ് ആക്കുക, തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷി കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അന്നേരം ടെൻഷൻ ആകും, ടൈം വെറുതെ കളഞ്ഞത് ഓർത്തു. ഓക്കെ, അത് നിങ്ങൾ പറയുക, ഇറ്റ്സ് ഓക്കെ. സമയം വെറുതെ കളയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷേ നാളെ മുതൽ ആ സമയം വെറുതെ കളയുന്നത് കുറക്കാനുള്ള ഒരു കരുത്ത് എൻ്റെ അടുത്തുണ്ട്. നാളെ ഞാൻ കുറച്ച് സമയമെങ്കിലും അതിൽ നിന്നും ലാഭിച്ചിരിക്കും. ഇന്നലെ വരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ്സ് ഓക്കെ. നമ്മളിപ്പം ഈ പ്രസന്റിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ ഞാൻ അതിന് മാറ്റം വരുത്തും. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു. നമ്മൾ ഇന്നലകളെ നശിപ്പിച്ചു, ദാറ്റ്സ് ഓക്കെ. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഒരുപാട് സമയം നമ്മളെല്ലാം വെറുതെ കളയാറുണ്ട്. ഇറ്റ്സ് ഓക്കെ. അതേപോലെ തന്നെ അതിന് ഓർക്കുമ്പോൾ നമുക്ക് ടെൻഷനും വരും. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ ലൈഫിന്റെ പാർട്ടാണ്. പക്ഷെ ഇനി മുതൽ ഞാൻ അതിനൊരു മാറ്റം വരുത്തും. നിങ്ങൾ ഈ അഫോർമേഷൻസ് മനസ്സിൽ കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഈ പ്രശ്നങ്ങൾ മാറി വരും. നമ്മൾ ഏറ്റവും മൂലകാരണത്തെ, ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാരണത്തെയാണ് ഇവിടെ എടുത്ത് പിക്ക് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ വരും, പ്രശ്നം വരും, അത് ഉറപ്പാണ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. നമ്മളെ വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പം നമുക്ക് ടെൻഷൻ വരും, പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. ഒറ്റയടിക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാം വിജയിച്ച് എല്ലാം നേടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൻ്റെ ഇടയിൽ പ്രതിബന്ധങ്ങൾ വരും. ഏർലി സക്സസ് ഇസ് എ സ്കാം എന്നാണ് പറയാ, അല്ലെ? ഏർലി സക്സസ് ഇസ് എ സ്കാം. പ്രശ്നങ്ങൾ വരണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായ നമ്മളെ റൈറ്റ് ട്രാക്കിലാണ്, ശരിയായ മാർഗത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ടെൻഷൻസ് വരും, ആങ്സൈറ്റി വരും, ഒരുമാതിരി എന്താന്ന് പറഞ്ഞറിയാൻ അറിയാത്ത ഒരു ഇറിറ്റേഷൻ ഫീലിംഗ് ഒക്കെ വരും. അത് ഇന്നലെ വരെ മൊബൈൽ ഫോൺ നിങ്ങളുടെ അടുത്ത് അഡിക്റ്റഡ് ആയിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന എന്തായിരിക്കും? അയാൾക്ക് ആ ഡ്രഗ്സ് കിട്ടാതെ കഴിഞ്ഞാൽ അയാൾ കാട്ടുന്ന പരാക്രമണങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അത് ആ പരാക്രമണങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അയാളെ വീണ്ടും ഡ്രഗ്സിന്റെ ലോകത്ത് വിട്ടുകൊടുക്കുകയാണോ ചെയ്യാലല്ലോ? അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും, വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അറിയാവുന്ന, ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വലിയ ടോപ്പിക്കാണ്. അതിൽ ബാക്കിയുള്ള ഒരു ഘടകങ്ങൾ ഞാൻ പറയുന്നില്ല, അതൊക്കെ അവിടെ നിന്നോട്ടെ. സോഷ്യൽ മീഡിയ എഞ്ചിനീയറിങ് അനാവശ്യമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയക്കാര് അഡിക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ മാറ്റിവെക്കുക. അതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടോ ഒന്നും നമുക്ക് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അകത്തളങ്ങൾ ക്ലീൻ ആക്കുക, അതിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഗുളിക ഒറ്റയടിക്കല്ല നമ്മൾ നിർത്തുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടേത് നോക്കണം. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അവയർനെസ് അകത്തേക്ക് കയറിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാല് അവർക്ക് ആദ്യം ഒന്നില്ലെങ്കിൽ മരുന്ന് കൊടുക്കും, അതല്ലെങ്കിൽ അതിനെ ചെറിയ രീതിയിലുള്ള ആ ഡ്രഗ്സ് തന്നെ കൊടുക്കും, അവരുടെ അഡിക്ഷൻ പതുക്കെ പതുക്കെ മാറി വരാൻ.
അപ്പൊ നിങ്ങൾ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിന്റെ അഡിക്ഷൻ എഫക്ട്സ് ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് മരുന്നുകൾ ഒറ്റയടിക്ക് നിർത്തുകയല്ല, നിങ്ങളുടെ അകത്തേക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. ഈ അവയർനെസ് ആത്മാർത്ഥമായിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങളെ മനസ്സിന്റെ ചിന്തകളിൽ മാത്രമല്ല, അത് അതിന്റെ അകത്തേക്ക് അടിച്ചടിച്ച് അകത്തേക്ക് ഇറങ്ങി പോവട്ടെ. അതിന് വീണ്ടും വീണ്ടും നിങ്ങൾ മെഡിറ്റേഷനും അഫോർമേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ അകത്ത് ആ ഒരു പവർ വരും. അതിന് ശേഷം മരുന്നുകളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലേ, മരുന്നുകൾ വേണോ വേണ്ടേ, നിർത്തണോ നിർത്തണ്ടേ? ആ കൺഫ്യൂഷൻസ് മാറും കുറച്ച് കഴിഞ്ഞാൽ. അതുവരെ നിങ്ങൾ അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ചിലർക്ക് ചിലപ്പോ സ്പെഷ്യൽ തെറാപ്പീസ് ആവശ്യം ഉണ്ടാവും. അത് ഓരോരുത്തർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജനറലി നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ സന്തോഷങ്ങളും പ്രാർത്ഥനകളും നോക്കാറുണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക. വിഷമം വരുമ്പം, സങ്കടം വരുമ്പം നിങ്ങൾ അതിന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ പ്രശ്നത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഈ പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാതെ നിങ്ങളില്ലേ സന്തോഷമുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുക എന്താന്ന് വെച്ചാല്, നിങ്ങളൊരു എസ്കേപ്പ് ആണ്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് സന്തോഷങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ഈസി. അക്സെപ്റ്റ് ചെയ്യാറിന് നമ്മൾ പറയുന്ന പോലെ ഈസി അല്ല. ഓരോ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ടൈം എടുക്കും. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മളത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ഞാൻ ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ഈ ഒരു ടെൻഷൻ, ഈ ഒരു പ്രശ്നം ചിലത് എനിക്കുണ്ട്, ഇറ്റ്സ് ഓക്കെ, എങ്കിലും ഞാൻ സന്തോഷമായിരിക്കാൻ തീരുമാനിക്കുന്നു, എങ്കിലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഇത് കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ സന്തോഷമായിരിക്കാം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പ്രശ്നം എന്താ സംഭവിക്കുക വെച്ചാല്, ഈ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള നീറ്റലുകൾ, ബുദ്ധിമുട്ടുകൾ അവിടെ തന്നെ ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ, നിങ്ങൾ വീണ്ടും വെറുതെ ഇരിക്കുമ്പം ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് വീണ്ടും വരും. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താമെന്ന്. ഓക്കെ.